വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് എക്കണോമിക്സിലെ SCERT പാഠഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എക്കണോമിക്സിലെ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന ചാപ്റ്ററാണ്. ഇതിൽ ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ചും ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലങ്ങളെക്കുറിച്ചുമാണ് മെയിനായിട്ട് പറയുന്നത്. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ. അപ്പോൾ സേവനങ്ങളോ? സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല. പിന്നെ ഉൽപ്പാദനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഉള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉൽപ്പാദനത്തിൻ്റെ ഫലമായി ഉൽപ്പന്നം ഉണ്ടാകുന്നു. ഇത് നമ്മൾ ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന ചാപ്റ്ററിൽ SCERT ചാപ്റ്ററിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതെന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ. പിന്നെ പറയുന്നത് സേവനങ്ങൾ, കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല. പിന്നെ ഉൽപ്പാദനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉൽപ്പാദനത്തിൻ്റെ ഫലമായി ഉൽപ്പന്നം ഉണ്ടാകുന്നു. പിന്നെ പറയുന്നത് ഉൽപ്പാദന ഘടകങ്ങളാണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മെയിനായിട്ട് 4 ഉൽപ്പാദന ഘടകങ്ങളാണുള്ളത്: ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി എന്ന് പറയുമ്പോൾ സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്ന അർത്ഥത്തിൽപ്പെടും. ഭൗമാന്തരീക്ഷത്തിലും ഭൗമാന്തർഭാഗത്തും ഭൗമോപരിതലത്തിലുമുള്ള എല്ലാ വസ്തുക്കളും ഇതിൽപ്പെടുന്നതാണ്. ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം. പിന്നെ പറയുന്നത് തൊഴിൽ എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. മൂലധനം ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ മൂലധനത്തിൽ ഉൾപ്പെടും. അതിൻ്റെ മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ മൂലധനം മറ്റ് എല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ. അടുത്തത് പറയുന്നത് സംഘാടനമാണ്. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾ ഒന്നുകൂടി പറയാം. 4 ടൈപ്സായിട്ടാണ് ഉള്ളത്. 1 ഭൂമി, 2 തൊഴിൽ, 3 മൂലധനം, 4 സംഘാടനം. ഭൂമി എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമിയിൽ ഉൾപ്പെടുന്നു. പിന്നെ തൊഴിൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. പിന്നെ മൂലധനം എന്ന് പറയുന്നത് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഇതിൽ ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ മൂലധനത്തിൽ ഉൾപ്പെടും. ഈ മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. 2 മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പാദന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 3 മൂലധനം ചലനാത്മകമാണ്. 4 മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ. അടുത്ത് വരുന്നത് സംഘാടനം എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നറിയപ്പെടുന്നു. ഉൽപ്പാദന പ്രക്രിയയിൽ സംഘാടകൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
അതായത് ഈ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിച്ച് സംഘാടകൻ ഉൽപ്പാദനത്തിനും പിന്നെ ഉൽപ്പന്നത്തിലേക്കും വഴിതെളിക്കുന്നു. പിന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്ന് വെച്ചാൽ ഗാർഹിക യൂണിറ്റും ഉൽപ്പാദന യൂണിറ്റും തമ്മിലുള്ള ഒരു ബന്ധമാണ് പറയുന്നത്. ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉൽപ്പാദക യൂണിറ്റും ഉപയോഗ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗാർഹിക യൂണിറ്റും ഉപയോഗിക്കുന്നു. ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. അതേപോലെ തന്നെ ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു. അപ്പോൾ ഇത്രയാണ് ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലങ്ങളായിട്ട് നമ്മൾ മെയിനായിട്ട് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം. ഇനിയുള്ള എല്ലാ SCERT ചാപ്റ്റേഴ്സും നമ്മൾ ഇതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് തരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ബൈ.